നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. വർഗീയ പരാമർശം നടത്തിയതായുള്ള പരാതിയിലാണ് നടപടി. തിയോഫിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഇപ്പോൾ ഇതാ എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കുവാൻ ഉത്തരവിട്ടതിന് പുറകെയാണ് ഇപ്പോൾ കേസെടുക്കുവാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുവാൻ അല്ലെങ്കിൽ അങ്ങനെ കേസെടുക്കുവാൻ കോടതി ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രാഥമികമായ ഒരു വശം. കാരണം അൻസിബയുടെ പരാതി, അൻസിബയ്ക്ക് എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യമായി പോകുന്നത് ഇപ്പോൾ ആക്ഷൻ ഹീറോ വിജുവിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാധാരണക്കാരൻ്റെ കോടതിയും കാര്യങ്ങളും എല്ലാം പോലീസ് സ്റ്റേഷനാണെന്നിരിക്കെ അവിടെ നിന്നും നീതി കിട്ടാത്തത് കൊണ്ട് കോടതിയിൽ പോയി നീതി വാങ്ങിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അൻസിബയ്ക്കുണ്ടാകുന്നു. വംശീയാധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വർഗീയ പരാമർശങ്ങളൊക്കെ ടിനി ടോം നടത്തിയെന്നായിരുന്നു അൻസിബയുടെ ഗൗരവമേറിയ പരാതിയാണ്. ആ പരാതിയോടാണ് ഇത്തരത്തിലൊരു മുഖം തിരിക്കുന്ന നടപടി പോലീസ് സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ കേസെടുക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ സിന്ധൂരി? തീർച്ചയായും. അതായത് അൻസിബയ്ക്ക് വലിയൊരു ആശ്വാസമായ വിധിയാണ് ഇന്നലെ എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായത്. കാരണം നേരത്തെ ഈ പരാതിയുമായി അൻസിബ കടവന്ത്ര പോലീസിനെ സമീപിച്ചിരുന്നു. ടിനി ടോം തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തി, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും അത്തരം പരാമർശങ്ങളൊക്കെ പലയിടത്തും നടത്തി, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അങ്ങനെ മോശമായ അനുഭവം തനിക്കുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിക്ക് തെളിവില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാതിരുന്നത്. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇത് കേസെടുക്കാതെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അൻസിബയ്ക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സാധാരണഗതിയിൽ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അൻസിബ എല്ലാവരും അറിയുന്ന, കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലാണ് അൻസിബ ഈ പരാതി കൊടുക്കുമ്പോൾ അത് ശ്രദ്ധേയമായി മാറുന്നത്. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അതൊരു പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എന്തായാലും ഇന്നലെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി കോടതി ഉത്തരവിട്ടാൽ ഒരു 24 മണിക്കൂറിനകം കേസെടുക്കുന്നതാണ് ഒരു സാധാരണ പതിവ്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ കേസെടുക്കാനുള്ള നടപടികളുണ്ടാവും. അത് കടവന്ത്ര പോലീസ് തന്നെയാണോ എടുക്കുക, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക കേസായിട്ട് രേഖപ്പെടുത്തുമോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും വൈകാതെ തന്നെ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കും. കാരണം ഈ അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പലതവണ ഇവർക്ക് സംസാരിക്കുകയും യോഗങ്ങൾ നടത്തേണ്ടിയൊക്കെ വന്നിരുന്നു. ഇതിനിടയിലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തകനായ ടിനി ടോം ഇത്ര മോശമായ രീതിയിൽ അൻസിബയോട് പരാമർശം നടത്തിയത്. പല രീതിയിലുള്ള മോശം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും ഈ അൻസിബയ്ക്ക് മാനസികമായി ഏറ്റവും വിഷമമുണ്ടാക്കിയത് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളാണ്. ജിഹാദി എന്നുവരെ വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ് അൻസിബ പറയുന്നത്. പക്ഷേ ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇതുവരെ ടിനി ടോമിനെതിരെ കേസെടുക്കാതെ നീട്ടിക്കൊണ്ടു പോയിരുന്നത്. അതിലാണ് അൻസിബയ്ക്ക് അനുകൂലമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.